ഗുഡ് മോർണിംഗ് ഗോയ്സ്. ജൂൺ മാസമൊക്കെയാണ്. ഇതാണ് നമ്മളുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ ജൂൺ മാസത്തിലെ മഴയിൽ ഇവിടെ മെയിനായിട്ട് വെള്ളം കയറും. വേനൽക്കാലത്ത് ഒട്ടും ഇവിടെ വെള്ളമൊന്നും ഉണ്ടാവില്ല. അതേമായി ജൂൺ മാസത്തിൽ നല്ല മഴയുണ്ടെങ്കിൽ ഫുള്ള് വീടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളമായിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് വല്യമ്മേൻ്റെ വീട്ടിൻ്റെ പിറകുവശത്താണ്. ഇത് എൻ്റെ വീടിൻ്റെ സൈഡിലാണ്. കണ്ടോ, നിറച്ചും വെള്ളം. നാട്ടിലിത് മൊത്തം വെള്ളം. തെങ്ങും തോപ്പുകളിലെല്ലാം വെള്ളം. ഈ തെങ്ങും തോപ്പെല്ലാം കണ്ടിട്ട് എൻ്റെതാണെന്ന് വിചാരിക്കാം. ഇതെല്ലാം വേറെ ആരൊക്കെയോ തെങ്ങും തോപ്പ്. നമ്മളിതാ മെയിനായിട്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം ഇവിടെ ഭയങ്കര വെള്ളം വരുന്നത്. കുറേ പാർട്ടിക്കാരും മെയിനായിട്ട് പാർട്ടിക്കാരെല്ലാം ഇവിടെ വരും. ഇവിടുത്തെ മെയിൻ പാർട്ടിക്കാർ ഇവിടെ വന്നിട്ട് എന്താ പറയും, നമ്മളെ യു പി സ്കൂളിലേക്ക് ഇവരൊക്കെ മാറ്റും. വെള്ളപ്പൊക്കമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ മാറ്റിയിട്ട് ഇനിയിപ്പോൾ യു പി സ്കൂളിലായിരിക്കും. ഇവരുടെ കുറച്ച് സമയം എന്തായാലും യു പി സ്കൂളിലാണ് ചിലവഴിക്കാൻ പോകുന്നത്. ഈ ഒരു മഴയ്ക്ക് ഒരു പ്രത്യേകത അല്ലേ. ഇപ്പോൾ സ്കൂൾ തുറന്ന സമയമായിരിക്കും. സ്കൂൾ തുറന്ന സമയത്ത് നമ്മളെന്തൊക്കെ മെയിനായിട്ട് എന്താ അവധി കിട്ടണം എന്നെല്ലാം ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. ഭയങ്കര മടിയായിരിക്കും രാവിലെ എണീക്കാനും ആ തണുപ്പത്ത് എണീച്ചിട്ട് കുളിക്കാനും ചെയ്യില്ല. കുട്ടികളത് കുളിക്കുകയും ചെയ്യില്ല അല്ലേ. നമ്മളെല്ലാം പഠിക്കുന്ന സമയത്ത് ഒരു അവധി കിട്ടാൻ നമ്മളെ പ്രാർത്ഥിക്കും. പക്ഷേ അന്നേരം അവധി ഉണ്ടാവില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്താൽ അന്നേരം കളക്ടർ അവധി പ്രഖ്യാപിക്കും. അല്ലേ. നമ്മളിപ്പോൾ നടന്നപ്പോൾ വല്യമ്മേൻ്റെ വീട്ടിലേക്ക്. ഇത് എൻ്റെ വീടിൻ്റെ പിറകുവശമാണ്. ഇത് വല്യമ്മേൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ വീടിൻ്റെ മുൻവശത്താണിത് കേട്ടോ. ഇത് നമ്മൾ മെയിനായിട്ട് ഈ വഴിയിലൂടെയാണ് നടന്നു വരുന്നത്. ഇപ്പം എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഈ വഴിയിലൂടെ വേണ്ടോ. 2 തെങ്ങിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ ഇവിടെ ഇട്ടിട്ട് ഇതിലേ ഇങ്ങനെ നടന്നു പോകുന്നൊരു സൗകര്യം എടുക്കും. പക്ഷേ പട്ടണത്തിൽ താമസിക്കുന്ന ചില ആൾക്കാർക്കൊന്നും ഈ ഒരു സെറ്റപ്പൊന്നും ഭയങ്കര ഇഷ്ടാവില്ല. ഉണ്ടോ, നമ്മൾ വല്യമ്മേൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള സ്ഥലമാണിത്. ഉണ്ടോ, എല്ലായിടത്തും വെള്ളം കയറി. ഇത് വെള്ളം അധികമായി കയറുന്നൊരു സ്ഥലമാണ്. ഇത് ഇങ്ങനെ കണ്ടം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. കണ്ടം സ്ഥലമായതുകൊണ്ട്, അതായത് ഏറ്റവും നിരപ്പായൊരു സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം കയറുന്നത്. പിന്നെ റോഡിൻ്റെ അപ്പുറത്തെ വശത്ത് അങ്ങനെ അധികം ഇങ്ങനെ വെള്ളം കയറുന്നില്ല. ഇവിടെ ഒരു ചെറിയൊരു ഗ്രാമമാണ്. ഗ്രാമം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമം. ഗ്രാമത്തിൽ എല്ലാവരും ഇപ്പം എല്ലാവരും ഇനിയിപ്പം പഞ്ചായത്തിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇവരെല്ലാം മാറ്റി പാർപ്പിക്കും. അപ്പോൾ മാറ്റി പാർപ്പിച്ചാൽ അപ്പോൾ അവർ നമ്മളിപ്പോൾ തൊട്ടടുത്തുള്ള സ്കൂള്, അതായത് യു പി സ്കൂള്, പടന്ന എന്ന ഭാഗത്തിൽ ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ പടന്നയിൽ ഒരു സ്കൂളിലാണ് ഇവരെല്ലാം മാറ്റിപ്പാർപ്പിക്കില്ല. അവിടെ അവർക്ക് ഫുഡ് കിടക്കാൻ പായ അവർ പുതപ്പ് എല്ലാം നൽകും. അവരെ പാർട്ടിക്കാരായാലും അവരെ വലിയ ആൾക്കാരായാലും നമ്മൾ പടന്നയിൽ തന്നെ പ്രമുഖരായ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ നൽകും. അങ്ങനെയാണുള്ളത്. ഇവിടെ കുറേ ഈ സമയത്ത് കുറേ തേങ്ങ ഇതാക്കണ്ടോ, കുറേ തെങ്ങുകൾ എല്ലാം ഇവിടെ ഭയങ്കരമായിട്ടുണ്ട്. തെങ്ങാണ് മെയിനായിട്ടുള്ളത്. പക്ഷേ മാവ് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും വീട്ടിൽ മാവ് എന്ന് പറഞ്ഞൊരു സാധനം അവൈലബിൾ അല്ല. കാരണം അങ്ങനെ അധികം മാവ് വരുന്നൊരു ഇതല്ല. അപ്പം നമ്മൾ മാങ്ങയൊക്കെ തിന്നണമെങ്കിൽ അത് കടയിൽ നിന്ന് വാങ്ങിച്ച് തന്നെ തിന്നണം. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. മെയിനായിട്ട് വെള്ളമെല്ലാം കയറി. ഇനിയിപ്പോൾ ഇവർ പഞ്ചായത്തുകാർ വന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് ഉടനെ തന്നെ മാറും. വൈകുന്നേരത്തിനുള്ളിൽ മാറുമായിരിക്കും. അപ്പോൾ എൻ്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കങ്ങനെ പോയി താമസിക്കാനോ ഇതാക്കാനോ ഒരു ഇഷ്ടമില്ലാത്തതുപോലെ. അപ്പോൾ ഞാൻ എന്താക്കും, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഞാൻ അങ്ങനെ പോകുന്നതായിരിക്കും. അപ്പോൾ വല്യമ്മേൻ്റെ വീട്ടിൻ്റെ സൈഡ് വശത്ത് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ ഇതൊക്കെയാണ് വിശേഷം. കണ്ടോ, എൻ്റെ വീടിൻ്റെ മുൻവശം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ്. അയ്യോ, ചെറിയ ചെറിയ മീനുകളുണ്ടോ, അതൊന്നും പിടിച്ച് നമുക്ക് കറി വെക്കാനൊന്നും പറ്റില്ല. അത് ചെറിയ എന്താ